ഒരു വിവാഹത്തിൽ തർക്കമുണ്ടാവുമ്പോൾ സ്ത്രീയും പുരുഷനും പെരുമാറുന്ന രീതി വ്യത്യസ്തമായി കാണുന്നത് കൊണ്ട് ആ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് അൽബാമയിലെ സൈക്കോളജിസ്റ്റ് ഡോൾഫ് സിൽമാൻ ഒരു പഠനം നടത്തുകയുണ്ടായി. ഈ പഠനത്തിൽ അദ്ദേഹം ഒരു കൂട്ടം പുരുഷന്മാരുടെ അടുത്തും സ്ത്രീകളുടെ അടുത്തും വളരെ റൂഡായിട്ട് പെരുമാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സ്ത്രീൻ്റെയും പുരുഷന്മാരുടെയും അടുത്ത് രണ്ടുപേരുടെ അടുത്തും 20 മിനിറ്റ് നേരത്തേക്ക് റിലാക്സ് ചെയ്യാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ശരീരത്തിലുള്ള ആ അറൗസൽ ലെവല്, അവരുടെ ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറൊക്കെ അളന്ന് മനസ്സിലാക്കുക ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡ് പ്രഷറും ഹാർട്ട് ബീറ്റും ഒക്കെ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഈ 20 മിനിറ്റ് അത് കാമറാവാനായിട്ട് അവർ കൊടുത്തെങ്കിലും രണ്ടു പേരിലും സംഭവിച്ച മാറ്റങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. പുരുഷന്മാർക്ക് ഇത്തരത്തിൽ റൂഡായി പെരുമാറിയതിന് ശേഷം ഹാർട്ട് ബീറ്റ് ഉയർന്നതിന് ശേഷം അത് സ്ത്രീയേക്കാൾ കൂടുതലായിട്ട് ഉയർന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഉയർന്ന ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറയുന്നത് കുറേയധികം നേരം നീണ്ടു നിൽക്കാനും അതുമൂലം കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് അനുഭവപ്പെടുന്നതും കാണാൻ സാധിച്ചു. അതേ സമയത്ത് സെയിം ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്ത്രീക്ക് ഈ ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറൊക്കെ പെട്ടെന്ന് തന്നെ കാമറാക്കാനായിട്ടും അധികം നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതെ തന്നെ അതിനെ മാനേജ് ചെയ്യാനായിട്ടും സാധിച്ചു. അതുകൊണ്ട് ഈ എക്സ്പീരിമെൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഒരു വിവാഹ വഴക്കിൽ സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാഹ വഴക്കുകൾ പുരുഷനെ കൂടുതൽ ഹാനികരമായിട്ട് തീരുന്നുണ്ട്. അതേസമയത്ത് സ്ത്രീക്ക് അതിന് ഇത്രയും കൂടി എളുപ്പത്തിൽ റിക്കവർ ചെയ്ത് കാമറാവാനായിട്ടും സാധിക്കുന്നത് കാണാവുന്നതാണ്. ഇത് തന്നെയാണ് നമ്മുടെ പരിണാമ സമയത്ത്, അതായത് നമ്മൾ ഗുഹയുടെ അതുപോലെ തന്നെ പണ്ട് വേട്ടയാടി ജീവിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള മനുഷ്യനായിട്ട് കമ്പയർ ചെയ്തപ്പോഴും നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ച്. സോ ഒരു സ്ട്രെസ്സിനെ സ്ത്രീയും പുരുഷനും നേരിടുന്ന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ളതാണ്. ഈ വ്യത്യാസം കൊണ്ട് തന്നെയാണ് ഒരു marital റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ താങ്ങാനായിട്ട് ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് പുരുഷൻ അതിനെ അവോയ്ഡ് ചെയ്ത് ആ വഴക്കുകൾ ഒഴിവാക്കാനായിട്ട് ഒന്നും മിണ്ടാതെ വളരെ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് മോഡിലോട്ട് പോകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്.